ലോകവ്യാപക പ്രതിഷേധങ്ങൾക്കിടയിലും ഗസ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളുമായി ഇസ്രായേൽ. സൈനിക വാഹനങ്ങൾ ഗസ സിറ്റിക്കടുത്തുള്ള സബ്രയിലെത്തി. ഇതിനിടെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ബെൻഗവിറിനെ പ്രക്ഷോഭകർ തടഞ്ഞു. ഇന്ന് 34 പേർ കൂടി ഗസയിൽ കൊല്ലപ്പെട്ടു. 114 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പട്ടിണി കിടന്ന് മരിച്ചവരുടെ എണ്ണം 281 കടന്നു. ഇതിന് പിന്നാലെ ആഗോള പ്രതിഷേധങ്ങൾക്ക് ചൂടുപിടിച്ചു. ഓസ്ട്രേലിയയിൽ മെൽബണിൽ ഉൾപ്പെടെ 20 നഗരങ്ങളിൽ 10,000 തെരുവിലിറങ്ങി. വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രതിഷേധം ശക്തമാണ്. MC നാസർ ചേരുന്നു. നാസർ, ഇന്നത്തെ കണക്കുകളും ഞെട്ടിക്കുന്നതാണ്. ഓരോ ദിവസവും ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുന്നു. ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മറ്റ് ചർച്ചകളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുമ്പോഴും ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഗസയിൽ നിന്നുള്ള അവസാനം ലഭിക്കുന്ന വിവരങ്ങൾ. ധന്യ, ഗസ സിറ്റിയെ ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഗസ സിറ്റി പിടിച്ചെടുക്കുക എന്ന കൃത്യമായിട്ടുള്ള ഒരു സൈനിക പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആക്രമണങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഗസ സിറ്റിയോട് ചേർന്ന് സൈത്തൂൻ പ്രദേശം തകർത്ത കരസേനയുടെ ടാങ്കുകൾ സബ്ര ലക്ഷ്യമിട്ട് നീങ്ങുന്നതായാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ പ്രദേശത്ത് നിന്ന് വൻതോതിൽ ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശം കൂടിയാണ് ഗസ സിറ്റിയിലേക്കുള്ള ഈ പ്രദേശങ്ങളൊക്കെ. അവിടേക്ക് ആക്രമണം വ്യാപിക്കുന്നത് വലിയ തോതിലുള്ള ആൾനാശത്തിന്, സിവിലിയൻ കൂട്ടക്കുരുതിക്ക് വഴിയൊരുക്കുമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ UN നൽകിയിരുന്നു. പക്ഷേ കൂടുതൽ സൈനികമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ആ ഭാഗങ്ങളിൽ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. പ്രധാനമായിട്ടും വ്യോമാക്രമണം ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ കരയുദ്ധത്തിനുള്ള വലിയ ഒരുക്കങ്ങൾ കൂടിയാണ് ഗസ സിറ്റിയിലേക്ക് വരുന്നത്. ആളുകളോട് പരമാവധി എത്രയും വേഗത്തിൽ ചില പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പ് നിർദ്ദേശവും സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും 10 ലക്ഷത്തിലധികം പേർ അധിവസിക്കുന്ന ഗസ സിറ്റി പിടിച്ചെടുക്കുന്നതിലൂടെ ഗസയിൽ തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് നെതന്യാഹു ഭരണകൂടം. അതേസമയം സൈനിക നേതൃത്വം വലിയ വില ഒരുപക്ഷെ ഇസ്രായേൽ ഇതിന് നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നെതന്യാഹുവിന് നൽകിയിട്ടുണ്ട്. പക്ഷെ അത് തൽക്കാലം അത് പരിഗണിക്കേണ്ടതില്ല. കാരണം പ്രധാനമായിട്ടും ബന്ദികളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന ഒരു മുന്നറിയിപ്പ് സൈനിക നേതൃത്വം നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ സൈനികർക്ക് ജീവഹാനി സംഭവിക്കാനുള്ള വലിയ സാധ്യത കൂടി ഈ ഒരു കരയുദ്ധ വിപുലീകരിക്കുന്നതോടുകൂടി രൂപപ്പെടുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ആക്രമണം വ്യാപകമായി തന്നെ തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർ കൂടിയാണ് ഇപ്പോൾ പട്ടിണി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. അതോടുകൂടി പട്ടിണി മൂലം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 251 ആയി മാറിയിട്ടുണ്ട്. ഇതിൽ 115 പേരും കുട്ടികളാണ് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഏതായാലും കൊടും പട്ടിണി വലിയ തോതിൽ തന്നെ പിടിമുറുക്കിയ സാഹചര്യത്തിലും കൂടുതൽ സഹായ ട്രക്കുകൾ അനുവദിക്കാനോ കുറെ കൂടി വ്യവസ്ഥാപിതമായ സ്വഭാവത്തിൽ ഭക്ഷ്യവിതരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കവുമില്ല. ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൂട്ടുസംരംഭത്തിന് ചുവടെ 4 കേന്ദ്രങ്ങൾ മാത്രമാണ് തുടക്കം മുതലുള്ളത്. ആ കേന്ദ്രങ്ങളുടെ എണ്ണം വളരെ ഇരട്ടിയാക്കുമെന്നും കൂടുതൽ വ്യവസ്ഥാപിതമായ രൂപത്തിൽ ഭക്ഷണ വിതരണം നടത്തുമെന്നും നേരത്തെ സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിന്റെ അർത്ഥം എന്നത് ഈ ജനങ്ങളെ പരമാവധി പട്ടിട്ട് കൊല്ലുക, പരമാവധി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഗസയിൽ നിന്ന്, പ്രധാനമായിട്ടും ഗസ സിറ്റിയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ തെക്കൻ ഗസയിലേക്ക് പുറന്തള്ളാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഇസ്രായേൽ തുടരുന്നത്. അന്തർദേശീയ സംഘടനകളുടെയും UN-ന്റെയും ഒക്കെ അഭ്യർത്ഥന അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നിഷ്കരണം. അതിനപ്പുറത്തേക്ക് വലിയ പ്രതിഷേധം, മെൽബണിലെ പ്രതിഷേധം നമ്മൾ കണ്ടു. യൂറോപ്യൻ രാജ്യങ്ങൾ ഏതു തരത്തിൽ പ്രതിഷേധിക്കുന്നു എന്ന് കണ്ടു. ഇസ്രായേലിനകത്ത് തന്നെ ദിവസങ്ങളായി തുടരുന്ന പ്രതിഷേധങ്ങളുണ്ട്. പക്ഷേ ഒരു തരത്തിലും അതൊന്നും ശ്രദ്ധിക്കാതെ, ഇല്ലെങ്കിൽ അതിലൊന്നും ഒരു അയവ് വരുത്താതെയുള്ള പോക്ക് നെതന്യാഹു നടക്കുന്നു. അതിനുള്ള ഒരു ശക്തി, അതായത് ട്രംപ് ഏതു തരത്തിൽ അതിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് നൽകുന്ന ഒരു ധൈര്യം, ഇത്രയധികം പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും ഇസ്രായേലിനകത്ത് തന്നെ ഉയർന്നിട്ടും അയ്യാത്ത നീക്കം, ആ രീതിയെ എങ്ങനെ വിലയിരുത്തണം? അതുതന്നെ ഇത് തന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലനിൽപ്പ്, അതോടൊപ്പം തന്നെ ഭരണകൂടത്തിന്റെ നിലനിൽപ്പ് എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സൈനികമായിട്ട് ഈ യുദ്ധം വിജയിച്ചു കഴിഞ്ഞാൽ തന്റെ നിലനിൽപ്പ് കൂടുതൽ ഭദ്രമാകുമെന്ന് നെതന്യാഹു കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തരമായിട്ടുള്ള വലിയ സമ്മർദ്ദം. കാരണം 5 ലക്ഷം മുതൽ 10 ലക്ഷത്തോളം പേർ പിന്നിട്ട ദിവസങ്ങളിൽ നടന്ന പ്രക്ഷോഭ പരിപാടികളിലും മറ്റും അണിനിരന്നിരുന്നു. ഇസ്രായേലി സമൂഹം പൂർണ്ണമായിട്ടും വിഭജിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട്
മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോ നൂറുകണക്കിന് ആളുകൾ ഗസക്ക് വേണ്ടിയും തെല്ലവീവിൽ പ്രകടനം നടത്തിയ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രകടനം കൂടിയായിരുന്നു അത്. നൂറുകണക്കിന് സ്ത്രീകളും മറ്റും ആ പ്രകടനത്തിൽ പങ്കെടുത്തു. തങ്ങളുടെ ആത്മാവും ചോരയും നൽകി ഗസയെ സംരക്ഷിക്കുമെന്ന മുന്നറിയിപ്പായിരുന്നു ഈ പ്രക്ഷോഭകാരികൾ നടത്തിയത്. ഗസക്ക് പൂർണ്ണ പിന്തുണ ഇസ്രായേലിന്റെ ഉള്ളിൽ, ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇത്രയും ഒരു തുറന്ന പ്രകടനം നടക്കുന്നത് ഇതാദ്യമായാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രകടനക്കാരിൽ പലരെയും ഇസ്രായേലിന്റെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. കാരണം ഇത്തരം പ്രകടനങ്ങൾ അനുവദിക്കാനാവില്ല, ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇത്തരം പ്രകടനങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷേ ബന്ധുക്കളും പ്രതിപക്ഷവും തങ്ങളുടെ പ്രക്ഷോഭ പരിപാടികൾ ശക്തമായി തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ആക്രമണം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കും. അവർ കൊല്ലപ്പെടാനുള്ള വലിയ സാധ്യത കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭം പരമാവധി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവർ നീങ്ങുന്നത്. മെൽബൺ ഉൾപ്പെടെയുള്ള നിരവധി യൂറോപ്യൻ നഗരങ്ങളിലും മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ പലസ്തീന് വേണ്ടി വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായിട്ട് അണിചേർന്നിരിക്കുന്നത്. കാരണം UN നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊടും പട്ടിണിയുടെ പിടിയിലാണ് ഗസ. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വെടിനിർത്തൽ വേണം. അതോടൊപ്പം തന്നെ ഭക്ഷ്യവസ്തുക്കൾ എത്രയും പെട്ടെന്ന് എത്തിച്ചിട്ടില്ല എങ്കിൽ പതിനായിരങ്ങൾ കൂടി ഇനിയും പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകുമെന്ന UN റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പോലും അതിന് എതിരായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ, ഫലപ്രദമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്താൻ UN ഏജൻസികളൊക്കെ ഒരുമിച്ച് ആവശ്യപ്പെട്ടിട്ട് പോലും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടാവുന്നില്ല. ബ്രിട്ടനും ഫ്രാൻസും കനഡയും ജർമ്മനിയും ഒക്കെ ഇതേ ആവശ്യം ഉന്നയിച്ചുവെങ്കിൽ പോലും തൽക്കാലം അതൊന്നും പരിഗണിക്കേണ്ടതില്ല എന്ന വളരെ ധാർഷ്ട്യം നിറഞ്ഞ, അഹന്ത നിറഞ്ഞ അതേ സമീപനം തന്നെയാണ് നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആക്രമണത്തിൽ ഒരുപക്ഷെ ഈ വംശഹത്യ അതിന്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് നീങ്ങുമെന്ന സൂചനകൾ കൂടിയാണ് ഏറ്റവും അവസാനം ഗസ സിറ്റിയിൽ നിന്നും ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ബെൻഗവിറിനെ ആക്രമിച്ച്, അതായത് പ്രക്ഷോഭകർ വലിയ അവിടെ എല്ലാ തീവ്ര വലതുപക്ഷ നേതാക്കൾക്കെതിരെ എല്ലാം വലിയ രീതിയിൽ പ്രതിഷേധമുണ്ട്. ഒപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തകർ ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ഈ പറഞ്ഞ ബന്ദികളുടെ ബന്ധുക്കൾ ഏത് തരത്തിലാണ് പ്രതിഷേധിക്കുന്നത് എന്നുള്ളത് കണ്ടതാണ്. അത്തരത്തിൽ അവിടെ സുരക്ഷാ മന്ത്രിയെ ഉൾപ്പെടെ തടയുന്നതിലേക്ക് ഇല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നത്, അത് സർക്കാരിനെ സംബന്ധിച്ച് ഏത് തരത്തിലാണ് അവരതിനെ എടുക്കുന്നത്, എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? ധന്യ, ഈ വെടിനിർത്തൽ ഒരു കരാർ അന്തർദേശീയ സമൂഹത്തിന്റെ വലിയ സമ്മർദ്ദത്തിലൂടെ രൂപപ്പെടുമെന്നൊരു പ്രതീക്ഷ പല ഘട്ടങ്ങളിൽ രൂപപ്പെട്ടിരുന്നു. നെതന്യാഹു പ്രത്യക്ഷത്തിൽ തന്നെ ഇത്തരമൊരു കരാർ അട്ടിമറിക്കാൻ മുന്നിൽ നിന്നു. പക്ഷെ അദ്ദേഹത്തെ അതിനെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയായിട്ട് നിൽക്കുന്നത് രണ്ട് തീവ്ര വലതുപക്ഷ മന്ത്രിമാരാണ്. ഒന്ന് ബെൻഗവിറാണ്, മറ്റൊന്ന് സ്മോട്രിക് ആണ്. ഈ രണ്ട് മന്ത്രിമാർ ചേർന്നുകൊണ്ടാണ് വളരെ പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ, പ്രസ്താവനകൾ, നടപടികൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പലസ്തീനികൾക്ക് യാതൊരു നിലക്കുള്ള അവകാശവും അനുവദിക്കാൻ പറ്റുകയില്ല. പൂർണ്ണമായിട്ടും പലസ്തീൻ പ്രദേശം, വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള അധിനിവേശ പ്രദേശവും അതോടൊപ്പം തന്നെ ഗസയും ഇസ്രായേലിന്റെ ഭാഗമാക്കി ചേർക്കേണ്ടതുണ്ട്. ഗോലാൻ കുന്നുകളുടെ പൂർണ്ണമായിട്ട് ഇസ്രായേലുമായി കൂട്ടിച്ചേർക്കണം എന്നത് ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ മസ്ജിദുൽ അഖ്സ ഇസ്രായേലിന്റെ ഭാഗമായിട്ട് തന്നെ മാറ്റണം എന്നത് ഉൾപ്പെടെയുള്ള വലിയ പ്രകോപനപരമായിട്ടുള്ള നടപടികൾ നടത്തുന്നത് ഈ ബെൻഗവിർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ബന്ധുക്കളുടെ ബന്ധുക്കളും പ്രതിപക്ഷവും ചേർന്ന് അദ്ദേഹത്തെയും കുടുംബത്തെയും തടഞ്ഞു വെച്ച ഒരു സാഹചര്യം ഉണ്ടായി. വളരെ ശക്തമായിട്ടുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ഈ മന്ത്രിക്കെതിരെ പ്രക്ഷോഭകർ ഉയർത്തിയിരുന്നത്. പക്ഷേ സുരക്ഷാ സേന ഇടപെട്ടുകൊണ്ടാണ് ഒടുവിൽ മന്ത്രിയെ അവിടെ നിന്ന് മാറ്റുകയും ഈ പ്രക്ഷോഭകാരികൾ അവിടെ നിന്ന് പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് അത് ശക്തമായിട്ടുള്ള ഈ മന്ത്രിമാർക്കും നെതന്യാഹുവിനും എതിരായിട്ടുള്ള വികാരം അതിശക്തമായി തന്നെ ഇസ്രായേലിലുടനീളം അലയടിക്കുകയാണ്. പക്ഷേ തങ്ങളുടേതായിട്ടുള്ള സൈനിക നീക്കങ്ങൾ, സൈനിക പദ്ധതികൾ ഇതുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും. ശരി, നാസർ തുടരാമോ?